ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നും ഞങ്ങൾ വീണ്ടും നെസ്റ്റോയിലേക്കൊന്ന് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞ് തോന്നും. ഞാൻ ഇവിടുത്തെ കരാമയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കരാമ. ഇന്ന് മൺഡേ ആണ്, അതുകൊണ്ട് വലിയ തിരക്കില്ല, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കണ്ടോ, ഇതൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. 1 to 10 10 ദിർഹംസ് വരെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാറ്. പിന്നെ അവിടെ ഒരു ബാറാണ്. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നല്ല ചൂട്, നടക്കാൻ വയ്യ. പക്ഷേ ഇവനൊരു പ്രശ്നമില്ല കേട്ടോ, ചൂടൊന്നും ഒരു പ്രശ്നമില്ല. ഞാനാണെങ്കിൽ വേർത്ത്. നമ്മൾ സീബ്ര ക്രോസിങ്ങിൽ കൂടെ പോകാട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഫസ്റ്റ് ആൾക്കാർ നടന്നു പോകണം, അതിനുശേഷം വണ്ടി പോകും. നാട്ടിലാണെങ്കിൽ അങ്ങനെ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആദ്യം വണ്ടി, പിന്നെ മനുഷ്യൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മളാദ്യം. നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചാൽ അവിടെ മാറി നിന്നാൽ പോലും. നമ്മൾ ടാക്സിയിൽ വരുവാണെങ്കിലോ നമ്മൾ സീബ്ര ക്രോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കുറ്റം പറയും, ഇവർക്ക് നിന്ന് കൊടുത്തോടെ. നമ്മൾ പോകുമ്പോഴോ ഒന്നും നോക്കത്തില്ല, നേരെ ഒറ്റ പോകാം, വേണേ കാറ് നിർത്തിക്കോട്ടെ. ഈ കാണുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. ആൾക്കാരെല്ലാം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് ആ കാണുന്ന റെഡ് കളറിൽ കാണുന്ന ബസ് സ്റ്റോപ്പാണ്. അത് ഫുൾ AC കേട്ടോ. ഇതിനകത്ത് കയറിയിരിക്കാൻ നല്ല സുഖമാണ്. ഈ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിനകത്തോട്ട് ഇപ്പോൾ കയറുവാണെങ്കിൽ നല്ല സുഖമായിരിക്കും. അത് നല്ല AC ആണ്. വീണ്ടും നെസ്റ്റോയിലെത്തി. നെസ്റ്റോയിൽ ഞങ്ങൾ എപ്പോഴും വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിനടുത്താണ്. ഈ ചൂടത്ത് ഒത്തിരി ദൂരത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും അടുത്ത് സാധനം വാങ്ങാൻ പറ്റുന്ന സ്ഥലം നെസ്റ്റോയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും ഇവിടെ തന്നെ കിട്ടും, വേറെ ഒന്നും പോകണ്ടല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും നെസ്റ്റോയിൽ വരുന്നത്. അടുത്ത് ചുണ്ടൂര് വണ്ടി വന്നു കേട്ടോ. ഇതിൽ കയറി ഞങ്ങളില്ലേ പരിഗണമായിരിക്കും. ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ പേടിച്ച് ഇങ്ങനെ കറങ്ങാൻ പോട്ടോ. ഇത് സ്വീറ്റ്സ് ഐറ്റംസ് ആണ്. ബ്രെഡ്, സ്വീറ്റ്സ്, അങ്ങനെ കേക്ക്, അങ്ങനെ ഐറ്റംസ് അതെല്ലാം. എപ്പോഴും ഇവിടെ നിന്ന് ഒരു കേക്ക് മേടിക്കും. ആള് സാധനം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മതി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അവൻ എന്ത് സാധനം എടുക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കുവാണേ. അവന് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. നേരെ അങ്ങോട്ട് പുറത്തുനിന്ന് നോക്കി ഉണ്ടോ, മുട്ടായി അവനെ ഔട്ടയിരിക്കുന്നു കൃത്യമായിട്ട് അറിയാം. എടുക്കടാ. പറഞ്ഞെടുത്തോ. എപ്പോഴും എടുക്കുന്ന മുട്ടായി വേണ്ട, വേറെ വെറൈറ്റി വേണമെന്നും പറഞ്ഞിട്ട് വെറൈറ്റി തപ്പി പോയിട്ടുണ്ട്. 2 എണ്ണം എടുത്തു, 2 കയ്യിൽ ഓരോന്നും എടുത്തു. മതിയോ? ഒരാൾ പറയുന്നത് ഇവിടെ ഇവർ അടുക്കി പെറുക്കി വെച്ചേക്കുന്നൊന്നും ശരിയല്ല. അതുകൊണ്ട് അവൻ്റേതായ രീതിയിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാണ്ട് കൊണ്ട് വെക്കുക.
ഉണ്ടോ എവിടെയാണ് എം ടി ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയി വെക്കുവാണ്. എടാ നിന്നെ നമ്മളിവിടെ നിന്ന് ഇറക്കി വിടും കേട്ടോ പൊന്നെ. എൻ്റെ ദൈവമേ ചെറുക്കം കാണിക്കുന്നുണ്ടോ? അവിടെയൊക്കെ സ്ഥലമില്ല. അവിടെയൊക്കെ മതി മതി വാ നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പുറത്തെ സൈഡിൽ പോവാം വാ. എന്താ അലോവേര ജെല്ലിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല. അവിടെ ഒരെണ്ണം മാത്രം മിച്ചം ഇരിപ്പുള്ളൂ. ബാക്കിയെല്ലാം അവൻ അവിടെ കൊണ്ട് വെച്ചു. ആ ഒരെണ്ണം മിച്ചം ഇരിപ്പുണ്ട്, അതും അവൻ എടുക്കുവാണ്. അത് മുഴുവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ആരും കാണണ്ട ഞങ്ങളെ. കഴിഞ്ഞില്ലേ? വാ പോവാം വാ പോവാം വാ. മതി മതി ഇത്ര മതി. ഇത്ര അടിക്ക് പൊറിക്കാൻ മതി. വാ വാ. എടാ ഞാൻ പോവാണേ. ഇത് മിൽക്കിൻ്റെ തൈരിൻ്റെ ഒക്കെ സെക്ഷനാട്ടോ. അൽമറായ അൽറാബി പിന്നെ എന്താ അങ്ങനെ കുറേ കമ്പനികളുടെ ഉണ്ട്. പല വിലയുടെയും പല സൈസ്. ഈ കാണുന്നതെല്ലാം തൈരാണ്. പിന്നെ ആ സെക്ഷൻ മുഴുവൻ ഐസ്ക്രീം. പിന്നെ ഇത് ഇങ്ങനെ ഫ്രോസണായിട്ടുള്ള ഐറ്റംസ്, നഗറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇത് ചിക്കൻ ഐറ്റംസ് ഒക്കെയാണ്, ഫ്രോസൺ ചിക്കൻ. നമ്മൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് മേടിക്കാറ്. ഇവിടെയുണ്ട് പല വിലയുടെയും. പക്ഷേ ഇങ്ങനെ ഓരോ കിലോ അനുസരിച്ച് 7 അറംസ് 10 അറംസ് 8 അറംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ ഇതെല്ലാം ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസാണ്. ഈ ഏരിയ മുഴുവൻ മുട്ടയാണ് ഇവിടെ മുഴുവൻ കേട്ടോ. പല തരത്തിലുള്ളതുണ്ട്. 10 എണ്ണം 20 എണ്ണം 30 എണ്ണം ഇങ്ങനെ ഓരോന്നും. ചെറുത് ഓഫറുണ്ട് 9 അറംസ് 10 അറംസ്. ഇതെല്ലാം പറയുന്നത് കേൾക്കാത്തതുണ്ട്. ഈ മുട്ടയിൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ലേബിൾ ചെയ്തിട്ടുള്ളത് നാച്ചുറലും അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പപ്പന് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇങ്ങനെ ഗ്രീൻ കളർ ലേബലിലുള്ളതേ വാങ്ങിക്കാറുള്ളൂ. ഈ സൈഡ് മുഴുവൻ കൂൾ ഡ്രിങ്ക്സാണ്. ഈ ഏരിയയിൽ വരുമ്പോൾ കുറച്ച് നല്ല തണുപ്പ് കൂടുതലാണ് ഇവിടെ. ഇത് ചീസ് കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഫുള്ള് ജ്യൂസസ്. അവിടെ കാണുന്നത് ഇങ്ങനെ ബോഡി വാഷ്, ലോഷന് ഇങ്ങനെയെല്ലാം. നെസ്റ്റോയിൽ പിന്നെ എപ്പോൾ വന്നാലും തിരക്കായിരിക്കും കേട്ടോ. ഇത് വെജിറ്റബിൾസിൻ്റെ സൈഡാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും. ഇത് ഫ്രൂട്ട്സ്. ഇപ്പോൾ നമുക്കിതിൽ ഒരു ആപ്പിൾ മാത്രം മതിയെങ്കിൽ അങ്ങനെ ഒരു ആപ്പിൾ എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഇപ്പോൾ 2 എണ്ണം മതിയെങ്കിൽ 2 എണ്ണം എടുക്കാം. ഒരെണ്ണം ആണെങ്കിൽ അങ്ങനെ. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് ഐറ്റംസ് ആട്ടോ അവിടുത്തെ. നല്ല നമ്മുടെ നാട്ടിൽ നല്ല കപ്പ, തിരക്കാൻ നോക്കിയ ആൾക്കാർ. അപ്പം നമ്മൾ തന്നെ ഇവിടെ സാധനങ്ങൾ എടുക്കുക, ബില്ല് ചെയ്യുക, പോവാം. ഇത്രേ ഉള്ളൂ. ഇതുണ്ട് ക്യാപ്സിക്കം ഒക്കെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊന്നും ഞാനൊക്കെ കണ്ടിട്ട് പോലും എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പല ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷ് ജ്യൂസസ് ആണ്. ഒരാൾ 2 കയ്യിലും കിൻഡർ ജോയ് എടുത്തിട്ട് ഇങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ബില്ല് ചെയ്തിട്ട് ആശാൻ കഴിക്കത്തുള്ളൂ. അതിനറിയാം സാധനം മേടിച്ചാൽ ബില്ല് ചെയ്യണം, അല്ലെ പിടിക്കപ്പെടുന്നവനറിയാം. കിൻഡർ ജോയ്ക്ക് എടുത്ത് വെച്ചായിരുന്നു. പക്ഷെ ഒരെണ്ണേ മേടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. 4 ഇറംസാണ്. അതുകൊണ്ട് ഒരെണ്ണേ മേടിച്ചോളൂ. ഒരു കയ്യിൽ മുട്ടായും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഇടുന്നു. ബൈ ബൈ.